നമുക്ക് തുളസി ഹണി നോട്ട് ചെയ്യാം. തുളസി ഹണി, ഹണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ദിവസം ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ സെൽ ഡാമേജ് പല രൂപത്തിൽ നമ്മുടെ സെല്ല് ഡാമേജ് ആകും. ഇപ്പം നമ്മൾ പൊക്കലിയാണെങ്കിലും അല്ലെങ്കിൽ മദ്യപാനമാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ സെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാകുമ്പോൾ സെല്ല് റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് തുളസി ഹണി. പ്രത്യേകിച്ച് അമിതമായിട്ട് മദ്യപിക്കുക അല്ലെങ്കിൽ മദ്യപാന ശീലമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഡാമേജ് ആകും ധാരാളം. ഇപ്പൊ ബ്രെയിൻ സെൽസ് ഒക്കെ ഡാമേജ് ആവും, നമ്മുടെ എല്ലാ സെൽസ്, ഇപ്പൊ ലിവർ സെൽസ് ഒക്കെ ഡാമേജ് ആകും. ഈ ഡാമേജിന് ചെറുക്കാൻ ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞത് ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് നമ്മുടെ ഹണി എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സെൽസ് ഡാമേജ് ആകുന്നുണ്ടെങ്കിൽ ആ സെൽ ഡാമേജ് ചെറുക്കാൻ ഏറ്റവും ഗുണമുള്ള ഒരു പ്രോഡക്റ്റാണ് ഹണി. തുളസി ഹണിയുടെ പ്രത്യേകത അതിനകത്ത് തുളസിയും ഹണിയും ചേരുന്നുണ്ട് അല്ലേ, തുളസിയും ഹണിയും ചേരുന്നുണ്ട്. ഈ ഹണിയുടെ പ്രത്യേകത പറയുന്നത് തേൻ ഈ ചൂടാക്കരുതെന്ന് പറയാറുള്ളത്. സാധാരണ ഞാനിങ്ങനെ ചൂടാക്കി കഴിക്കുന്ന അവസ്ഥ പാടില്ല. ഇതിന്റെ ഒന്നാമത്തെ വലിയ ഗുണം എന്ന് പറയുന്നത് സപ്പോർട്ടിങ് റെസ്പിറേറ്ററി ഹെൽത്ത്, നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആരോഗ്യത്തിന് ഹണി വളരെ നല്ലതാണ്. ഹണി വളരെ നല്ലതാണ്. 2, ബൂസ്റ്റിംഗ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും തന്നെ നമ്മുടെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുന്നുണ്ട് അല്ലെ. ബൂസ്റ്റിംഗ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി നമ്മുടെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ്, അസിസ്റ്റിംഗ് ഇൻ ഡൈജഷൻ അല്ലെങ്കിൽ ഡൈജഷൻ, ദഹനത്തിന് നല്ലതാണ്. നമ്മുടെ ദഹനം കറക്റ്റ് ആകാനായിട്ട് ഡൈജഷന് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം ദഹനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള കംപ്ലൈന്റും നല്ലതാണ് നമ്മുടെ തുളസി ഹണി എന്ന് പറയുന്നത്. എലവേറ്റിംഗ് എനർജി ലെവൽസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഊർജ്ജം കൊടുക്കും. ഈ തുളസിയുടെ ഷുഗറിന്റെ പ്രത്യേകത അതാണല്ലോ, പെട്ടെന്ന് ഡൈജസ്റ്റ് ആകും. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എലവേറ്റിംഗ് എനർജി ലെവൽസ്, നമ്മുടെ ഊർജ്ജ നില പെട്ടെന്ന് ഉയരും. അതായത് പെട്ടെന്ന് ക്ഷീണം മാറാനായിട്ട് നമ്മൾ തുളസി, ഇപ്പത്തെ രാവിലെയൊക്കെ പലരും തുളസി ഹണി ഇത്തിരി വെള്ളത്തിൽ ലയിപ്പിച്ച്, അല്ലെങ്കിൽ ഹണി ആണെങ്കിൽ അതിനകത്തൊരു നാരങ്ങയും പിഴിഞ്ഞിട്ട് കഴിക്കും. 2 ഗുണമാണ്. ഒന്ന്, പെട്ടെന്ന് എനർജി ലെവൽ കൂടും. 2, ആവശ്യം പൊണ്ണത്തടി കുറയാനൊക്കെ വളരെ സഹായിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കഴിക്കാറുണ്ട്. സോ ഊർജ്ജനില പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ എലവേറ്റിംഗ് എനർജി ലെവൽസ്. നമുക്ക് അതിനകത്ത് ഈസിങ് ഡെയിലി സ്ട്രെസ്സസ് എന്ന് പറയുന്നത് നമ്മുടെ റിഡ്യൂസിങ് ഡെയിലി സ്ട്രെസ്സസ്, നമുക്ക് ഈ ഉണ്ടാകുന്ന സ്ട്രെസ്സിന് വളരെ നല്ല, സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് തുളസി ഹണി വളരെ നല്ലതാണ്. സ്ട്രെസ് മാനേജ്മെന്റിന് തുളസി ഹണി നല്ലതാണ്. ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങൾ അല്ലെ, ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങളും മറ്റൊക്കെ ഉണക്കാനുള്ള കഴിവ് അതിനുണ്ട്. വേറൊന്ന്, നീര് വലിച്ചെടുക്കാനായിട്ട്, നീർക്കെട്ടുണ്ടല്ലോ, നീര് വലിച്ചെടുക്കാനായിട്ട് പലതരത്തിലുള്ള എൻസൈം തേനിലുണ്ട്. നീര് വലിച്ചെടുക്കാനായിട്ട് പറ്റുന്ന പലതരത്തിലുള്ള എൻസൈംസ് തേനിലുണ്ട്. നീരില്ലാതാക്കാൻ സഹായിക്കുന്നു. മറ്റൊരു പോയിന്റ്, നമ്മുടെ മിനറൽസ് ഉണ്ടല്ലോ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, കോപ്പർ, ഫോസ്ഫറസ്, സൾഫർ, അയൺ, മാംഗനീസ്, അയോഡിൻ, ഇത്രയും മിനറൽസ് തേനിനകത്തുണ്ട്. അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, കോപ്പർ, ഫോസ്ഫറസ്, സൾഫർ, അയൺ, മാംഗനീസ്, അയോഡിൻ, ഇത്രയും മിനറൽസിന്റെ ഒരു കൂടാരമാണ് നമ്മുടെ ഹണി എന്ന് പറയുന്നത്. ശരിക്കും തന്നെ പറയുന്ന പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു മധുരമാണ് ഹണി എന്ന് പറയുന്നത്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു മധുരം, അത് നമ്മൾ പറയാറില്ലേ. ഈ ശരിക്ക് പ്രമേഹ രോഗികളുടെ വിഷയം എന്ന് പറയുന്നത്, നോട്ട് ചെയ്യണ്ടേ, ഈ ഫ്രക്ടോസും അതേപോലെ തന്നെ ഗ്ലൂക്കോസും ഉണ്ട്. ഫ്രക്ടോസും ഉണ്ട്, ഗ്ലൂക്കോസും ഉണ്ട്. ഈ
പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചോറെല്ലാം ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ പറയുന്ന ഗ്ലൂക്കോസ്, അതാണ് നമ്മളെ പെട്ടെന്ന് ഡയബറ്റിക് പേഷ്യൻ്റ് ആക്കി മാറ്റുന്നത്. അപ്പൊ ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ സയൻസിലേക്ക് പോകണ്ട. എന്നാലും ഞാൻ പറയുന്നത് എല്ലാ മധുരങ്ങളും അപകടമുള്ളതല്ല. പൊതുവെ ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കുന്ന ഒരു മധുരം കൂടിയാണ് ഹണി എന്ന് പറയുന്നത്. പിന്നെ സാധാരണയായി ഒരു നാടൻ പ്രയോഗം ചെയ്യാറുണ്ട്. അതായത് അരൗണ്ട്സ് നെല്ലിക്ക നീരെടുക്കും. അരൗണ്ട്സ് നെല്ലിക്ക നീരെടുത്തിട്ട് നമുക്കാണെങ്കിൽ മറ്റുള്ള പ്രോഡക്റ്റ് ഉണ്ട്, നെല്ലിക്കയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് പറയാം. നമ്മുടെ ചൂർണം ഉണ്ട് നെല്ലിക്കയുടെ. അരൗണ്ട്സ് നെല്ലിക്ക നീരെടുത്തിട്ട് അരൗണ്ട്സ് തേനും ഒഴിച്ച് നമ്മൾ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു നുള്ളു മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഈ പ്രമേഹ രോഗികൾക്ക് ടോണിക്കിന്റെ എഫക്റ്റാണ്. അവർക്ക് ടോണിക്കിന്റെ ശരിക്ക് നല്ലൊരു നാച്ചുറൽ ടോണിക്കിന്റെ എഫക്റ്റാണ് അരൗണ്ട്സ് നെല്ലിക്ക നീരിൽ അരൗണ്ട്സ് തേനും ഒഴിച്ച് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ചേർത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും നല്ലതാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് നല്ല ശക്തമായ ഒരു നാച്ചുറൽ ടോണിക്കാണ്. അതേപോലെ കൃമിശല്യത്തിന് ഹണി വളരെ നല്ലതാണ്. തെന്നെ കുറിച്ച് നേരത്തെ പറയുന്നതാണ് ഒബിസിറ്റിയുടെ കാര്യം. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. പൊണ്ണത്തടി ഉള്ളവർക്ക് ഒരല്പം തേൻ ഒഴിച്ച് വെള്ളത്തിൽ അതിനൊപ്പം തന്നെ ഒരു ചെറിയ നാരങ്ങ ഉണ്ടെങ്കിൽ വെല്ലാൻ ഗുഡ്. അത് പൊണ്ണത്തടിക്ക് അല്ലെങ്കിൽ അൾസർ, നമുക്ക് ഒബിസിറ്റിക്ക് നല്ലതാണ്. ആയുർവേദം തന്നെ പറയുന്നത് ആസ്മ രോഗികൾക്ക് തേൻ നല്ലതാണ്. അൾസർ രോഗികൾക്ക് തേൻ നല്ലതാണ്. ആസ്മ രോഗികൾക്കും അൾസർ രോഗികൾക്കും തേൻ നല്ലതാണ്. നമ്മുടെ തേനിന്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തുളസി ചേർന്നിട്ടുണ്ട്. തുളസിയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് കുറിച്ച് വെച്ചു. തുളസിയുടെ ഗുണങ്ങൾ എന്താണ്? തുളസിയുടെ മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ. ഇപ്പൊ തുളസിത്തറ വെക്കുന്നതിന്റെ തന്നെ മീനിങ് ഒക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന് അല്ലേ. അപ്പോ തുളസീനെ പറയുന്നത് ഔഷധങ്ങളുടെ മാതാവ് എന്നാ പറയണ. ഔഷധങ്ങളുടെ മാതാവ് എന്നാണ് തുളസിനെ പറയുന്നത് തന്നെ. പണ്ട് ജലദോഷം, പനി, കഫക്കെട്ട്, ജലദോഷവും പനിയും കഫക്കെട്ടും പല്ലുവേദനയും തൊണ്ടവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുളസി കൊടുക്കാറുണ്ട്. ജലദോഷം ഉണ്ടെങ്കിൽ, പനി ഉണ്ടെങ്കിൽ, കഫക്കെട്ടുണ്ടെങ്കിൽ, പല്ലുവേദന ഉണ്ടെങ്കിൽ, തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് തുളസി കൂടി ചേരുന്നുണ്ട്. ആ ഗുണങ്ങളും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ കൃമിശല്യം, അത് ഹണിയും നല്ലതാണ്, തുളസിയും നല്ലതാണ്. രണ്ടിനും അത് ഗുണപ്രദമാണ്. ഉദരത്തിലുള്ള വയറ്റിലുള്ള കൃമിശല്യത്തിന്. പിന്നെ പണ്ടേ തൊട്ട് നമ്മൾ പറയാറുണ്ട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് തുളസി വളരെ നല്ലതാണ്. ചൂട് മൂലമുള്ള തലവേദനയില്ലേ, നമ്മ ഇപ്പൊ നല്ല ചൂടത്തൊക്കെ യാത്ര ചെയ്ത് വരുമ്പോ അപ്പൊ ആ സമയത്ത് തുളസി പലപ്പോഴും മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. തുളസിക്ക് സ്ട്രെസ് കുറക്കാനായിട്ടുള്ള കഴിവുണ്ട്, ടെൻഷൻ കുറക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതേപോലെ നിക്കോട്ടിന്റെ ദൂഷ്യഫലം, വലിക്കുന്നവരുണ്ടല്ലോ, സ്ഥിരമായിട്ട് വലിക്കുന്നവർക്ക് നിക്കോട്ടിന്റെ ദൂഷ്യഫലം, നിക്കോട്ടിൻ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബ്ലോക്കിനേക്കാൾ മാരകമാണ്. ചെയിൻ സ്മോക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. ആ നിക്കോട്ടിന്റെ ദൂഷ്യഫലങ്ങൾ തുളസി ഇല്ലാതാക്കും. പണ്ട് വെറുതെ ഒരു ചെറിയ തുളസി എടുത്ത് കടിച്ച് ഇറക്കും, അതിന്റെ നീര് ചവച്ചിറക്കും. ഇതിനകത്ത് അതുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പറയേണ്ട, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നുണ്ട്. ശ്വാസകോശത്തിന്, ലങ്സിന് നല്ലതാണ്. തുളസി ലിവറിനെ വിഷവിമുക്തമാക്കും. ലിവർ ഡീടോക്സിഫിക്കേഷന് തുളസി നല്ലതാണ്. ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യും. യൂജിനോൾ എന്ന് പറയുന്ന ഒരു ഘടകം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ കാക്കുന്നുണ്ട്. തുളസിയിലുള്ള യൂജിനോൾ എന്ന് പറയുന്ന ഒരു ഘടകം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ കാക്കുന്നുണ്ട്. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന യൂജിനോൾ എന്ന് പറയുന്ന ഘടകം തുളസിയിലുണ്ട്. തുളസി pH ബാലൻസ് ചെയ്യും. pH അറിയാത്ത പുത്തൻ കൂട്ടുകാർക്ക് വേണ്ടി പറയാം, പൊട്ടൻസ് ഹൈഡ്രജൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്
പി എച്ച് എന്ന് പറയുന്നത്. സോറൻസൺ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത്. ഈ പി എച്ച് സ്കെയിൽ 1 തൊട്ട് 14 വരെയാണ്. 1 തൊട്ട് 14 വരെയുള്ള പി എച്ച് സ്കെയിലിൽ അതിന്റെ നടുക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന 7. 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്, വെള്ളം എന്നർത്ഥം. ന്യൂട്രൽ, ആസിഡും ആൽക്കലിയും ചേരുമ്പോൾ, അതല്ലെങ്കിൽ അമ്ലവും ക്ഷാരവും ചേരുമ്പോൾ ന്യൂട്രലാവും, വെള്ളം ഉണ്ടാവും അല്ലെ. ആ ന്യൂട്രലിനെയാണ് 7 എന്ന് പറയുന്നത്. 7 താന്നാൽ അത് ആസിഡാണ്, അമ്ലമാണ്. 7 താന്നാൽ ആസിഡാണ്, അമ്ലമാണ്. 6, 5, 4, 3 അതിലേക്കൊക്കെ ബ്ലഡിന്റെ പി എച്ച് പോയാൽ ആൾ കുഴഞ്ഞുകൊണ്ട് മരിക്കും. 7 കൂടിയാൽ ആൽക്കലിയാണ്, ക്ഷാരമാണ്. 7 കൂടുമ്പോൾ ആൽക്കലിയാണ്, ക്ഷാരം. ക്ഷാരം നമുക്കറിയാമല്ലോ, സോപ്പിന്റെ ഒക്കെ ചൊവ്വ എന്ന് പറയുന്നത് ക്ഷാര ഗുണമാണ്. അത് ആസിഡിന്റെ ഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഓർത്താൽ മതി, നാരങ്ങാനീരും കാര്യങ്ങളൊക്കെ ഓർത്താൽ മതി, ഓർഗാനിക് ആസിഡുകൾ. അപ്പോൾ 7 ആകുമ്പോൾ ന്യൂട്രൽ, വെള്ളത്തിന്റെ പി എച്ച് ആണ്. 7 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡ് ആവും, 7 കൂടിയാൽ ആൽക്കലി ആവും. നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 7.35 തൊട്ട് 7.45 ഏകദേശ കണക്ക്. അത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ് നമ്മുടെ ബ്ലഡ്, കുറച്ച് ആൽക്കലൈൻ ആയിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് ഹെൽത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ ആരോഗ്യം കിട്ടാനായിട്ട് ശരീരത്തിലെ മാലിന്യങ്ങളെ വെളിക്കളയണം, ഓക്കെ, ഒരു കാര്യം, ഡിടോക്സിഫിക്കേഷൻ. പക്ഷെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ബ്ലഡിന്റെ പി എച്ച് കറക്റ്റ് ചെയ്ത് നിർത്തുക. അപ്പൊ പി എച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന സൂപ്പർ പ്രോഡക്റ്റുകളാണ് DXന്റെ എല്ലാ ഡെർമ പ്രോഡക്റ്റും, പ്രത്യേകിച്ച് സ്പൈറലില്ല. പി എച്ച് നമ്മുടെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇത്രയും സൂപ്പർ പ്രോഡക്റ്റ് വേറെ ഇല്ല. കാര്യം ഈ പി എച്ച് 6 5 പോയിട്ടുണ്ടെങ്കിൽ ആള് കുഴഞ്ഞു വീഴും, ആള് വീഴും. അപ്പൊ നമ്മൾ കഴിക്കുന്നത് കംപ്ലീറ്റ് ചിക്കനും ഇറച്ചി ഐറ്റങ്ങള്, മീന്, അതേപോലെ തന്നെ കൊളകള്, മധുരം എല്ലാം തന്നെ അസിഡിറ്റിയാണ് കൂട്ടുന്നത്. അപ്പൊ നമ്മുടെ പി എച്ച് നേരെ 7 താഴെ പോകും. അത് പോകാതിരിക്കാനായിട്ട് ഇപ്പൊ നാടൻ പ്രയോഗം നമുക്ക് കുക്കുംബർ കടിച്ചിരുന്നു അല്ലെ, വെറുതെ എവിടെ തന്നെ ഒരു കുക്കുംബർ കടിച്ചെന്നാലും അത് മാറും. പക്ഷെ കുക്കുംബറിന്റെ ഗുണമല്ലല്ലോ നമ്മുടെ സ്പൈർലിനയിലുള്ളത്. അത് നമുക്ക് സ്പൈർലിന പഠിക്കുമ്പോൾ അത് ഓർത്തിരിക്കുക. ആൽക്കലൈൻ ബോഡിയിൽ എന്ത് വരില്ല, ക്യാൻസർ സെൽസ് ഫോം ചെയ്യാൻ പറ്റില്ല, ബാക്ടീരിയയ്ക്കും വൈറസിനൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. അസിഡിക് ആയിട്ട് മാറിയ വഴി കൂടി പോണ സകല ബാക്ടീരിയയും വൈറസും എല്ലാം കയറി വരും, എല്ലാം ഗുലുമാലും ഉണ്ടാക്കും. ക്യാൻസർ സെൽ വരെ ഫോം ചെയ്യുന്നത് അസിഡിക് മീഡിയത്തിലാണ്. അപ്പോൾ നമ്മുടെ പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിന് തുളസി കണിക്ക് കഴിവുണ്ട്, പ്രത്യേകിച്ച് തുളസിക്ക് കഴിവുണ്ട്. BP കുറക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ തുളസി ഹണിയുടെ പ്രത്യേകത. അപ്പോൾ രണ്ടും ചേരുമ്പോൾ അത് നമുക്ക് വളരെ ഗുണപ്രദമായിട്ട് മാറും.